റൈറ്റ്. ഇപ്പോൾ മരണസംഖ്യ 70 ഉയർന്നിരിക്കുന്നു എന്നുള്ള ദുഃഖവാർത്ത തന്നെയാണ് നൽകാൻ കഴിയുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി കൃത്യമായ രീതിയിൽ എത്തിച്ചേരാൻ സേനയ്ക്ക് കൃത്യമായ രീതിയിൽ എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു വശത്ത് എത്തിയവർക്ക് ഈ രക്ഷാദൗത്യത്തിലേക്ക് കടക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുടുങ്ങിക്കിടക്കുന്നവരെ മാറ്റുക, ഒരു താൽക്കാലിക പാലം, എയർലിഫ്റ്റിംഗിന് പ്രതിസന്ധി ഉണ്ടെങ്കിൽ താൽക്കാലികമായി ഒരു പാലം നിർമ്മിച്ച് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ മാറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വയനാട്ടിൽ നിന്ന് ഷബീർ നമുക്കൊപ്പം ചേരുന്നു. ഷബീർ, ഈ ആൾക്കാർ, കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ എത്ര പേര് അപകടത്തിനകത്ത് പെട്ടു എന്നുള്ള ചോദ്യം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടത് ഇനി എത്ര പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? ഉരുൾപൊട്ടൽ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എത്ര പേരെ ഈ ഒരു അപകടകരമായ രീതിയിലേക്ക് മരണസംഖ്യയോ അപകടസംഖ്യയോ കടക്കാത്ത രീതിയിൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അതിന് ഈ രക്ഷാദൗത്യം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാലാവസ്ഥ പോലും അനുകൂലമാകേണ്ട ഒരു സാഹചര്യം, ഈ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നിൽ നിർത്തുന്നതെന്ന് സംസ്ഥാന സർക്കാരും റവന്യൂ മന്ത്രി കൂടി ഒരല്പം മുൻപ് ന്യൂസ് 8 പ്രതികരിക്കുകയുണ്ടായി. ഏത് തരത്തിൽ ആ രക്ഷാദൗത്യത്തിലേക്ക് കടക്കാൻ സൈന്യത്തിന് കഴിയുന്നു, അല്ലെങ്കിൽ ഈ മിനിറ്റിൽ അവിടെ നിന്ന് വരുന്ന കാലാവസ്ഥ ഏത് തരത്തിലാണ്? സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഇപ്പോൾ സൂചിപ്പിച്ച കാര്യത്തിൽ ഈ നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ സൈന്യമാണെങ്കിലും അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നേരത്തേക്ക് വിഷ്വലുകൾ കാണിച്ചിരുന്നു. ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കതിൽ ഇനിയും വിജയിക്കാനായിട്ടില്ല. പല ഭാഗത്തുകൂടെ റോഡ് ക്രോസ് ചെയ്ത് മുണ്ടക്കൈ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനും ഒക്കെയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിജയം കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഒറ്റവാക്കിൽ പറയാൻ കഴിയുക, മരിച്ചു കിടക്കുന്ന ബോഡികൾ കണ്ടെത്തുന്നു, അത് ആംബുലൻസ് വഴി ആശുപത്രികളിലേക്ക് മാറ്റുന്നു എന്നുള്ളൊരു പ്രക്രിയയാണ് രാവിലെ മുതൽ തന്നെ നടക്കുന്നത്. അത് നമുക്ക് രക്ഷാപ്രവർത്തകരെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ ഏകോപിപ്പിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളെ ആണെങ്കിലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് മാത്രമേ ഇവിടെ സാധ്യമാകൂ എന്നുള്ള തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം മഴ കനത്തു. ഇപ്പൊ ഞങ്ങളൊക്കെ നേരത്തെ ഈ സൈന്യത്തിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ബറ്റാലിയന്റെ ഒരു മിലിറ്ററി റെജിമെന്റ് ഇവിടെ എത്തിയിരുന്നു. അവർ വന്ന ഉടനെ തന്നെ അവർ പുഴ ക്രോസ് ചെയ്യാനുള്ള, അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് പുഴ ക്രോസ് ചെയ്ത് അക്കരെ കടക്കാനുള്ള ഒരു ശ്രമമാണ് 2-3 തവണയായിട്ട് അവർ നടത്തിയത്. പക്ഷെ അതിലവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അപ്പുറത്ത് കടന്നുകൊണ്ട് ഈ മുണ്ടക്കൈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരുടെയും മുമ്പിലുള്ള വഴി. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കാൻ ഒരു മാർഗവും ഇതുവരെ തെളിയാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ കഴിയുക, ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു, അത് ആശുപത്രികളിലേക്ക് മാറ്റുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇതുവരെ രാവിലെ മുതൽ കണ്ട ഒരു കാഴ്ച അനുസരിച്ച് 2 പേരെ മാത്രമാണ് ജീവനോടെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതിൽ അവർ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യമായ ഉത്തരം ആരും നൽകുന്നുമില്ല. ആശുപത്രികളിലൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ മൃതദേഹങ്ങൾ അയച്ചൊരു കണക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ ഒരു കൃത്യമായ കണക്കും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ മുതൽ കുടുങ്ങിക്കിടന്ന ആളുകൾ ഇപ്പോൾ, അതായത് ഷബീർ, ഞാൻ ചോദിക്കുന്നത്, ഷബീർ, പലരും വിളിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ ആശുപത്രികളിൽ ഉണ്ടോ, പരിക്കേറ്റവരിലുണ്ടോ, അതോ അതിനപ്പുറമാണോ എന്നൊന്നും അറിയാൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ദുരന്ത സാഹചര്യത്തിലാണ്. ഇത് ക്രോഡീകരിക്കാൻ സമയമെടുക്കും, അത് പ്രാക്ടിക്കലായി തന്നെ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തത്, ആൾക്കാർ ആശുപത്രിയിലും കുടുങ്ങിക്കിടക്കി, അങ്ങനെ പല ഭാഗത്താണ് ആൾക്കാർ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം, അല്ലേ? അതെ, ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കാർ പല ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നു. ഈ കുടുങ്ങിക്കിടക്കുന്നത് മുണ്ടക്കൈ മലമുകളിലുള്ള 100-300ഓളം വരുന്ന കുടുംബങ്ങൾ മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്നത്. നമ്മളിപ്പോൾ നൽകുന്ന വിഷ്വൽസ് ആണെങ്കിലും, നമ്മളിപ്പോൾ നൽകുന്ന വാർത്തകളാണെങ്കിലും, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചൂരൽമല എന്ന് പറയുന്ന താഴ്ഭാഗത്താണ്. മുകളിലെ മലമുകളിൽ നിന്നും ഈ ഇന്നലെ രാത്രി 1:30-ക്കും 4:30-ക്കും പൊട്ടിയൊഴുകി വന്ന മലവെള്ളപ്പാച്ചിലിൽ തകർന്നടിഞ്ഞ് നാമാവശേഷമായി പോയ ചൂരൽമല പ്രദേശത്താണ് ഇപ്പോൾ എല്ലാവരും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ചൂരൽമല പ്രദേശം